ഹലോ എവിടെ അപ്പോൾ ബന്ധുക്കാരെല്ലാവരും കൂടെ വരാൻ നിന്ന ട്രിപ്പ് ഞങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങിയതാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. ആദ്യം തന്നെ ആരോഗ്യത്തോടെ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ച് തുടങ്ങാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടോ. കറക്റ്റ് കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും അടച്ച ദിവസമാണ് നമ്മൾ പോയത്. അതുകൊണ്ട് ചിക്കനിൽ പോയി ചിക്കൻ കഴിക്കേണ്ട അവസ്ഥ വന്നു. നല്ല ചൂടുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ കടിച്ച് പിടിച്ച് വീഡിയോയിൽ മോശമാണ്ടിരിക്കാൻ കഴിക്കണം. അമ്മ ഇവിടെ കഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. സ്ഥലം എവിടെയാണെന്നല്ലേ? നമ്മൾ കൊടൈക്കനാലാണ് പോകുന്നത്. തമിഴ്നാട് എത്തിയതിൻ്റെ സൂചനകളാണ് ഈ കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും റോഡ് സൈഡിൽ നിന്നിട്ട് നമ്മളൊരു അമ്മച്ചിയുടെ അടുത്ത് നിന്ന് മാങ്ങ വാങ്ങിച്ചു. പലതരം മാങ്ങ ഉണ്ടായിരുന്നു. കൊതി സഹിക്കാൻ വയ്യാതെ നമ്മളൊരു 4-5 കിലോ വാങ്ങിച്ചു എന്ന് കുട്ടിക്കോ. വളരെ നീണ്ട വഴിയുടെ ശേഷം പിന്നെ നമ്മൾ വലിയൊരു ചുരം കയറാൻ തുടങ്ങി. അടിപൊളി സീനറി എന്ന് പറഞ്ഞാൽ അടിപൊളി സീനറി. ചുരം കുറച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഒരു കിടുക്കാച്ചി വാട്ടർഫോൾസ് കണ്ടു. 2 ഷെയ്ഡ് ലൈറ്റ് കണ്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ രാത്രിയായപ്പോഴത്തേനും ഒരു റൂം സ്റ്റേക്ക് വേണ്ടി നോക്കി നിന്നപ്പോഴത്തേനും കോടമഞ്ഞിൻ ആ പാട്ട് എനിക്ക് ഓർമ്മ വന്നത്. നിറച്ച് കോടയായിരുന്നു. ഞാൻ ആ വണ്ടിയിൽ ഇരുന്നിട്ട് കോടമഞ്ഞിൻ ഓഹോയ് എന്നൊക്കെ പാടിയിട്ടാണ് പോയത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ എയർബിഎൻബിയിൽ നല്ലൊരു വീട് കണ്ടെത്തി. അപ്പം നല്ലൊരു 2 നില വീടായിരുന്നു. നല്ലൊരു വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു റൂമുകളും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എന്താ പറയുക, ഫസ്റ്റ് ദിവസം നമ്മൾ ഇത്തിരി ലാവിഷാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീടെടുത്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റപ്പിലേക്കൊക്കെ പോയി. അടിപൊളിയായിരുന്നു. ഫാമിലീൻ്റെ ഒത്ത് നല്ല മുട്ടയും ചിക്കനും അങ്ങനത്തെയൊക്കെ അടിച്ചുകൊണ്ട് കുറച്ച് നേരം സന്തോഷമൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ കുറേ നേരം ഇരുന്നു നമ്മൾ. വെയിൽ കഴിയെന്നൊക്കെ പറയുന്നത് തീ കഴിഞ്ഞിരിക്കുന്ന പപ്പേനെ അമ്മേനെ എനിക്ക് കാണുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിക്കാൻ പോകുമ്പോഴത്തേനും നമ്മളെ കൂടെ ഒരാളും കൂടെ വന്ന് പങ്കു ചേർന്നു കേട്ടോ. ഈ ഇരിക്കുന്നതാണ് ആ ആൾ. അപ്പം